Good morning, dear students. നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം വരെയാണ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ഇനി ടോട്ടൽ ഇൻകവും അതുപോലെ തന്നെ ടാക്സബിൾ ഇൻകം ആണ് നമുക്കിനി കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. 80C തുടങ്ങിയിട്ട് 80U വരെയുള്ളതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C തുടങ്ങി 80U വരെയുള്ള എലിജിബിൾ ഡിഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻകത്തിനെയാണ് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുക? ടോട്ടൽ ഇൻകം ആയിട്ട് പറയാൻ സാധിക്കുക. അപ്പോൾ എന്തിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ ഇൻകം ഓൺ വിച്ച് income tax is calculated after deducting the allowable deductions under section 80C to 80U from gross total income. That is known as the taxable income അല്ലെങ്കിൽ total income. Okay. ഈ 80C തുടങ്ങിയിട്ട് 80U വരെ ഡിഡക്ഷൻ നമുക്ക് അലൗബിൾ ആണ്. പക്ഷെ അതിൽ സർട്ടൻ എക്സെംഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് എക്സെംഷൻസ്? ഇവിടെ എക്സെംഷൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിഡക്ഷൻസ് ആർ നോട്ട് അലൗഡ്. എക്സെംഷൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അതിൽ ഈ 80C തുടങ്ങി 80U വരെയുള്ള ഡിഡക്ഷൻസ് അലൗഡ് അല്ല. അത് ഏതൊക്കെ കേസാണെന്നുള്ളത് 4 കേസിലാണ് പറയുന്നത്. ആദ്യത്തെ കേസ് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഡിഡക്ഷൻസ് അലൗഡ് അല്ല. രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ആണെങ്കിൽ, അത് ത്രൂ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നോട്ട് അലൗഡ് ആസ് പെർ ദ ഡിഡക്ഷൻസ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കവേർഡ് അണ്ടർ സെക്ഷൻ 111A എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ഒരു ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ നിന്നൊരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ആസ് എ ഡിഡക്ഷൻ. തേർഡ് കാറ്റഗറി വരുന്നത് winnings from lotteries or horse races or any gambling or any games. അത് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. 80C തുടങ്ങിയിട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസിൽ അലൗഡ് അല്ല. ഫോർത്ത് കാറ്റഗറി പറയുന്നത് ഇൻകംസ്. സെർട്ടൻ സെക്ഷൻസിൽ റെഫർ ചെയ്തിട്ടുള്ള ഇൻകത്തിനെ നമുക്കൊരിക്കലും ഡിഡക്ഷൻസിൻ്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഇൻകമാണ്. സെക്ഷൻസ് ഞാൻ പറയാം. 115, 115AB, 115AC, 115ACA, 115AD and 115D. ഈ 4 കാറ്റഗറിയിലാണ് നമുക്ക് 80C തുടങ്ങിയിട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് അലൗഡ് അല്ലാത്തത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? എക്സെംഷൻസ് എന്ന് പറയാം. അതായത് ഈ പറഞ്ഞ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 80C തുടങ്ങിയിട്ട് 80U വരെയുള്ളത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഒരു അപ്ലിക്കബിലിറ്റി ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഈ പറഞ്ഞ 80C തുടങ്ങിയിട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടൻ ബേസിക് റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ ഡിഡക്ഷൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് റൂൾസ് എന്ന് പറയുന്നത്? സെക്ഷൻ 80A, സെക്ഷൻ 80AB ആൻഡ് സെക്ഷൻ 80AC ആണ് ബേസിക് റൂൾസ് ഓഫ് ഡിഡക്ഷൻസിനെ കുറിച്ച് ആസ് പെർ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഓരോ കാറ്റഗറി നമുക്ക് എടുത്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് 80AC ആണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 80AC നമ്മുടെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് cannot exceed the gross total income. ടോട്ടൽ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് എക്സീഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനേക്കാൾ കൂടുതലായിട്ട്, ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 10,000 ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടൊരു ഡിഡക്ഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ 80AC പറയുന്നത്.
So the aggregate amount of deduction under section 80C to 80U under chapter 6A shall not exceed the gross total income. പക്ഷെ അവിടെ എക്സ്ക്ലൂസീവായിട്ട് പറയുന്നത് നേരത്തെ പറഞ്ഞ 4th കാറ്റഗറിയിലുള്ളതാണ്. അതായത് സെക്ഷൻ 115 ഡിഫറെൻറ്റ് സെക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓരോ SSCസിനും ഇവിടെ പറയുന്നത് നമുക്ക് എക്സംഷൻ കേസ് തന്നെയാണ്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയുണ്ടോ അത്ര വരെ മാത്രമേ സെക്ഷൻ 80AC പ്രകാരം നമ്മളോട് എന്ത് പറയുന്നുള്ളൂ, എലിജിബിൾ ഡിഡക്ഷനായിട്ട് ഉള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ റൂള് സെക്ഷൻ 80A സബ്സെക്ഷൻ 3 ആണ്. അതിൽ പറയുന്നത് ഡിഡക്ഷൻസ് നോട്ട് അലൗഡ് ടു മെമ്പേഴ്സ് ഇഫ് അലൗഡ് ടു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ സെക്ഷൻ 80A സബ്സെക്ഷൻ 3 പറയുന്നത് ഈ ഡിഡക്ഷൻസ് ആർക്ക് അലൗഡ് അല്ല, അസോസിയേഷൻ ഓഫ് പേഴ്സൺസിലോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിലോ അലൗഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അലൗഡ് അല്ല എന്നുള്ളതാണ് ഇവിടെ സെക്ഷൻ 80A സബ്സെക്ഷൻ 3 പറയുന്നത്. അതായത് ഇഫ് എ ഡിഡക്ഷൻ ഈസ് അലൗഡ് അണ്ടർ ദ എബവ് സെക്ഷൻസ് ടു ദ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് or body of individuals, then the deduction for the same payment or income will not be allowed to the members of association of persons or body of individuals. ഏതെങ്കിലും ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണോ അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വലിലോ എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അതിലുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ ആ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിലോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വലില് മെമ്പേഴ്സ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്തായിട്ട് എടുക്കാനായിട്ട് പാടില്ല, ഡിഡക്ഷനായിട്ട് എടുക്കാനായിട്ട് പാടില്ല. തേർഡ് കാറ്റഗറി അക്കോർഡിംഗ് ടു സെക്ഷൻ 80A സബ്സെക്ഷൻ 4 പ്രകാരം പറയുന്നത് ഡബിൾ ഡിഡക്ഷനാണ്. Double deduction not allowed and deduction cannot exceed the profit of the particular undertaking or unit or enterprise. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിഡക്ഷൻ ഡബിൾ ഡിഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരാനായിട്ട് പാടില്ല. അതായത് നമുക്ക് ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഗെയിൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ അണ്ടർടേക്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ആ ഡിഡക്ഷൻ നമുക്ക് എലിജിബിൾ ഓർഗനൈസേഷനിൽ കിട്ടി, വീണ്ടും നമുക്ക് ഒരു SSCക്ക് അത് വീണ്ടും ഡിഡക്ഷനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ 80A സബ്സെക്ഷൻ 4 പറയുന്നത്. അതായത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഇൻകംസ് അണ്ടർ സെക്ഷൻ 81A to 80RRB where in the case of an SSC any amount of profit of an undertaking is claimed and allowed as a deduction under any of the provisions for the assessment year, deduction in respect of such a profit shall not be allowed under any other provisions of the act. ഒരു ഓർഗനൈസേഷന് നമുക്ക് ആ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അലൗബിൾ ഡിഡക്ഷനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അത് എന്തായിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല, അത് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ 80C തുടങ്ങിയിട്ട് 80U വരെയുള്ള ഡിഡക്ഷനിൽ വീണ്ടും എടുക്കാനായിട്ട് പാടില്ല. ഫോർത്ത് കാറ്റഗറി പറയുന്നത് 80A സബ്സെക്ഷൻ 5 ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 80A സബ്സെക്ഷൻ 5 എന്താണ് പറയുന്നത്, ഡിഡക്ഷൻസ് അലൗഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് ക്ലെയിംഡ് ബൈ ദ SSC. ഒരു SSC മുമ്പ് ആ ഡിഡക്ഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഇവിടെ അലൗഡ് ഡിഡക്ഷനായിട്ട് അത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലെയിം എന്ന് പറയുന്നത്, അതായത് ഒരു SSCയുടെ ക്ലെയിം എന്ന് പറയുന്നത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷനായിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. Where the SSC fails to make the claim in his return of income for any deduction, no deduction shall be allowed to him thereunder. അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ ക്ലെയിം അപ്ലൈ ചെയ്തിരിക്കണം. അതല്ലാതെ പിന്നീട് നമ്മൾ ആ ക്ലെയിം അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ്. നെക്സ്റ്റ് വൺ വരുന്നത് profit or gain to be computed if inter-unit or inter-business transfer is not at a market value. നമ്മൾ ഇൻ്റർ യൂണിറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇൻ്റർ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂവിലല്ല എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇവിടെ സെക്ഷൻ 80C തുടങ്ങിയിട്ട് 80U വരെയുള്ള ഡിഡക്ഷനിൽ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് വൺ പറയുന്നത് SSC's ഡ്യൂട്ടി ടു പ്ലേസ് റെലവൻറ്റ് മെറ്റീരിയൽ. SSCയുടെ ഡ്യൂട്ടി എന്താണ്, ഈ എന്ത് മെറ്റീരിയൽ വെച്ചുകൊണ്ടാണോ നമ്മൾ ക്ലെയിം അല്ലെങ്കിൽ ഡിഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത് അത് ഇൻകം ടാക്സ് അതോറിറ്റിയുടെ മുമ്പിൽ റിവീൽ ചെയ്യാനായിട്ട് സാധിക്കണം.
എന്തൊക്കെയാണ് റെലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതോറിറ്റിക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന തരത്തിൽ ആ മെറ്റീരിയൽ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് 6ാമത്തെ കാറ്റഗറിയിൽ പറയുന്നത്. ദാറ്റ് ഈസ് SSC's duty to place relevant material. If the SSC approaches a statutory authority for obtaining a concession under the taxing statute, he should place all materials before the said authority and be also in a position to satisfy the said authority that he was entitled to obtain the concession. ആ കൺസെഷൻ കിട്ടാനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ്, ആവശ്യമായിട്ടുള്ള സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ആ SSC ആർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം? ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് 6th കാറ്റഗറിയിൽ പറയുന്നത്. 7th കാറ്റഗറിയിൽ സെക്ഷൻ 80AB പ്രകാരം പറയുന്നത് ഡിഡക്ഷൻ ടു ബി അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് നെറ്റ് ഇൻകം ഇൻക്ലൂഡഡ് ഇൻ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. എത്രയാണോ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്, ആ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻകം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാനായിട്ട്? ഈ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ നേരത്തെ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇൻകം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെക്ഷൻ 80AB പ്രകാരം 80C തുടങ്ങിയിട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. Where any deduction is required to be made, the net income computed in accordance with the provisions of the Income Tax Act shall alone be regarded as the income received by the SSC. ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു ഇൻകത്തിന് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല? ഡിഡക്ഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. ലാസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത് സെക്ഷൻ 80AC തന്നെയാണ്. ഇവിടെ പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് സർട്ടൻ ഡിഡക്ഷൻസ് നോട്ട് ടു ബി അലൗഡ് ഇൻ കേസസ് വെയർ റിട്ടേൺ ഈസ് നോട്ട് ഫയൽഡ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ലിമിറ്റ്. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈം ലിമിറ്റ് ഉണ്ട്. ഇൻകം ടാക്സ് അതോറിറ്റി പറയുന്ന ആ ടൈം ലിമിറ്റിനുള്ളിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു SSCക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? 80C തുടങ്ങിയിട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. So any deduction is admissible under section 81A to 80RRB only if the SSC furnishes a return of income for such assessment year on or before the due date specified under section 139 subsection 1. ഇൻകം ടാക്സ് ആക്ടിൽ നമ്മുടെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണോ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അതിനുള്ള സെക്ഷൻസ് തരുന്നത് സെക്ഷൻ 139 സബ്സെക്ഷൻ 1 ആണ്. അത് പ്രകാരമുള്ള ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ആ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബേസിക് റൂൾസ് എന്ന് പറയുന്നത്. ഈ ബേസിക് റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 80C തുടങ്ങിയിട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് എലിജിബിൾ ആകുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ബേസിക് റൂൾസ് ഓഫ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 80A, AB ആൻഡ് AC പ്രകാരമാണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടിയും അതൊന്ന് വായിക്കാം. എന്തൊക്കെയാണ് ഡിഡക്ഷൻസ് എന്നുള്ളത്? ഡിഡക്ഷൻസ് കനോട്ട് എക്സീഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം. സെക്ഷൻ 80AC, deductions not allowed to members if allowed to association of persons or body of individuals. Double deduction not allowed. Deduction cannot exceed the profit of the particular undertaking or unit of enterprise. Section 80A subsection 4. Deduction allowed only when it is claimed by the SSC. Section 80A subsection 5. Profit or gain to be computed if inter-unit or inter-business transfer is not at market value. SSC's duty to place relevant material. Deduction to be allowed in respect of net income included in the gross total income according to section 80AB. Benefits of certain deductions not to be allowed in cases where return is not filed within the specified time limit. Section 80AC. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 80C തുടങ്ങിയിട്ട് 80U വരെയുള്ള ഓരോരോ ഡിഡക്ഷൻസ് ആണ്. എല്ലാതും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റില്ല, കുറച്ച് മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ അണ്ടർ സെക്ഷൻ 80ൽ വരുന്ന ഡിഡക്ഷൻസ് നമുക്ക് തരുന്നത് ചാപ്റ്റർ 6A ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ 6 ഓഫ് ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്ന സർട്ടൻ പ്രൊവിഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അണ്ടർ സെക്ഷൻ 80ൽ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടാക്സബിൾ ഇൻകത്തിലേക്ക് എത്താനായിട്ടുള്ള ഡിഡക്ഷൻസ് നമ്മൾ ചെയ്യുന്നത്.
അതിൽ ഫസ്റ്റ് കാറ്റഗറി ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 80C ആണ്. ഈ 80C എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് എലിജിബിൾ ആകുന്നത്? ഒരു ഇൻഡിവിജ്വൽ ആയാലും അല്ലെങ്കിൽ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിലും 80C എന്ന് പറയുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എലിജിബിൾ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതിൽ വരുന്ന കണ്ടീഷൻസ് റിഗാർഡിംഗ് പേയ്മെൻറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓർ എനി കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ എനി പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എക്സെട്ര. ദാറ്റ് ഈസ് ദ പ്രൊവിഷൻ റിലേറ്റഡ് ടു സെക്ഷൻ 80C. നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ആർക്കായിരിക്കണം? ഒന്നില്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിനായിരിക്കണം, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത് പ്രൊവിഡൻറ്റ് ഫണ്ടിനോ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിനോ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് സെക്ഷൻ 80C എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഡിഡക്ഷൻ നമുക്ക് എത്ര രൂപ വരെയാണ് കിട്ടുന്നത്? 1,50,000 വരെയാണ് നമുക്ക് ആ ഡിഡക്ഷൻ കിട്ടുക. ഇതാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 80Cയിൽ പറയുന്നത് മാക്സിമം 1,50,000 ആണെങ്കിലും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് ഹിസ് ഓർ ഹെർ സ്പൗസ് ആൻഡ് ചിൽഡ്രൻ ലിമിറ്റഡ് അപ് ടു 20% ഓഫ് ദ സം എഷ്വേർഡ്. ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തുള്ളത് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെയോ അല്ലെങ്കിൽ സ്പൗസിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ചിൽഡ്രൻ്റെയോ ആകാം. പക്ഷെ നമുക്ക് എലിജിബിൾ ഡിഡക്ഷൻ എത്ര രൂപ വരെ കിട്ടുള്ളൂ? ലിമിറ്റഡ് ടു 20% ഓഫ് ദ സം എഷ്വേർഡ്. എത്ര രൂപയുടെ ഇൻഷുറൻസ് പോളിസിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ 20% വരെ നമുക്ക് എലിജിബിൾ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. But if the policy is taken after 31/3/2012 limited to 10% of the sum assured. നമ്മുടെ ഇൻഷുറൻസ് പോളിസി 31/3/2012 ശേഷമാണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എത്ര രൂപയുടെ പോളിസിയാണോ അതിൻ്റെ 10% മാത്രമേ നമുക്ക് എലിജിബിൾ ആകുന്നുള്ളൂ. Then the qualifying amount of the premium on policy issued on or after 31/3/2013 shall not exceed 15% of the sum assured if it is on the life of a person who is a person with a disability or a person with a severe disability or suffering from disease or ailment specified under section 80 DDB. രണ്ടാമത്തെ കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പോളിസി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 31/3/2013 ശേഷമാണെങ്കിൽ അതിൻ്റെ പ്രീമിയം ഓൺ പോളിസി എന്ന് പറയുന്നത് ആ 15% ഓഫ് ദ സം എഷ്വേർഡ്, നമ്മൾ എത്ര രൂപയുടെ പോളിസിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ 15% കൂടുതലായിട്ട് പ്രീമിയം കൊടുത്തിട്ടുണ്ടാകാനായിട്ട് പാടില്ല. അതിൻ്റെ ഡേറ്റ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. 31/3/2013 ശേഷം എടുത്തിട്ടുള്ള ഇൻഷുറൻസ് പോളിസി ആണെങ്കിലാണ് ഇത് അപ്ലിക്കബിൾ ആകുന്നത്. അതുപോലെ തന്നെ അതിൽ വേറൊരു കണ്ടീഷനും കൂടിയും പറയുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസി ആരുടെയൊക്കെ ആണെങ്കിലാണ് ഇഫ് ഇറ്റ് ഈസ് ഓൺ ദ ലൈഫ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ഒരു പേഴ്സണോ അല്ലെങ്കിൽ സിവിയർ ഡിസബിലിറ്റി ഉള്ള പേഴ്സണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസീസ് എന്ന് പറയുന്നത് സെക്ഷൻ 80 DDBയിൽ പറയുന്ന ഒരു സെക്ഷൻ ആണെങ്കിലാണ് ഇത് അപ്ലിക്കബിൾ ആകുന്നത്. ഇതിനോട് റിലേറ്റഡ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ കുറേ പ്രൊവിഷൻസ് ഉണ്ട്. അതും കൂടി നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്ക് ഏത് ബുക്കാണോ റെഫർ ചെയ്യുന്നത് ആ ബുക്കിൽ നോക്കി മനസ്സിലാക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇവിടെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഡിഡക്ഷൻ ഓഫ് സാലറി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഫ്രം സാലറി അപ് ടു 20% ഓഫ് സാലറി പേയബിൾ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ് ഫോർ ദ പർപ്പസ് ഓഫ് സെക്യൂറിങ് എ ഡെഫേർഡ് ആനുവിറ്റി ആണെങ്കിൽ ഡിഡക്ഷൻ ഓഫ് സാലറി എന്ന് പറയുന്നത് സാലറിയുടെ 20% മാത്രമേ ആവാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ NSC അതിൽ കൊടുത്തിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 8th ഇഷ്യൂ അല്ലെങ്കിൽ 9th ഇഷ്യൂ ആണെങ്കിലാണ് ഈ സെക്ഷൻ 80C കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ തന്നെ UTI അല്ലെങ്കിൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണെങ്കിൽ അവിടെയും സം പെയ്ഡ് ആയിട്ടുള്ളത് നമ്മൾ 80Cയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് under a plan formulated in accordance with such a scheme as the central government may notify. Central government notify ചെയ്തിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് അതിൻ്റെ യൂണിറ്റിലാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമുക്ക് 80C എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന
ഏതെങ്കിലും ഒരു ഇൻഷുറർ അല്ലെങ്കിൽ LICയിലാണെങ്കിലും അതിൻ്റെ ആന്യൂറ്റി പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് 80Cയിൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ NSC 8th ഇഷ്യൂ അല്ലെങ്കിൽ 9th ഇഷ്യൂ അതിൻ്റെ സം പെയ്ഡും അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 80Cയിൽ അപ്ലൈ ചെയ്യുന്നതാണ്. നബാർഡിൽ നമ്മൾ ഏതെങ്കിലും ബോണ്ടിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 5 ഇയർ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്യൂഷൻ ഫീ പെയ്ഡ് ഫോർ ഫുൾ ടൈം എഡ്യൂക്കേഷൻ ഓഫ് 2 children ഇൻ ഇന്ത്യ ആണെങ്കിലും സെക്ഷൻ 80C പ്രകാരം നമുക്ക് ഡിഡക്ഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 21 പോയിൻ്റ് ഉണ്ട്. ഞാൻ എല്ലാതും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നില്ല. നിങ്ങളത് നിങ്ങളുടെ റെഫറൻസ് ബുക്കിൽ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നെക്സ്റ്റ് സെക്ഷൻ ഞാൻ പറയുന്നത് 80CC ആണ്. അത് ഇൻഡിവിജ്വലിന് മാത്രം ബാധകമാകുന്ന ഒരു ഡിഡക്ഷനാണ്. അവിടെ വരുന്നത് കോൺട്രിബ്യൂഷൻ പെൻഷൻ ഫണ്ടിലേക്കാണെങ്കിൽ സെക്ഷൻ 80CCC പ്രകാരം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അവിടെയും നമ്മുടെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയെ വരുന്നുള്ളൂ? 1,50,000 വരെയാണ് അണ്ടർ സെക്ഷൻ 80CCC പ്രകാരം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നത്. A deduction is available to an individual for any amount paid to an annuity plan of LIC or other insurers for receiving pension from the fund up to rupees 1,50,000. However, the deduction under this section along with the section 80C is for the maximum of 1,50,000. 80CCയിലും അതുപോലെ തന്നെ 80Cയിലും കൂടി നമുക്ക് എത്ര രൂപയെ മാക്സിമം ലിമിറ്റ് കിട്ടുള്ളൂ? 1,50,000 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 80CC പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 80CCD ആണ്. അതൊരു ഇൻഡിവിജ്വൽ എംപ്ലോയി അല്ലെങ്കിൽ അതർ ഇൻഡിവിജ്വൽസിനും നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു ഡിഡക്ഷനാണ് അണ്ടർ സെക്ഷൻ 80CCDയിൽ വരുന്നത്. അതിൽ പറയുന്ന കണ്ടീഷൻ നമ്മുടെ ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത് ഒരു പെൻഷൻ ഫണ്ടിലാണെങ്കിൽ സെക്ഷൻ 80CCDയിൽ നമുക്ക് എലിജിബിൾ ആണ്. അതുപോലെ തന്നെ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10% ഓഫ് ദ സാലറി, നമ്മുടെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത് അല്ലെങ്കിൽ 10% ഓഫ് ദ സാലറി, ഇതിലേതാണ് ലോവസ്റ്റ് അതാണ് ഒരു എമൗണ്ട്. രണ്ടാമത്തെ എമൗണ്ട് പറയുന്നത് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എംപ്ലോയർ ആണെങ്കിൽ അത് നമ്മൾ എടുക്കും. അതുപോലെ തന്നെ 10% ഓഫ് ദ സാലറി എടുക്കും. അതിലേതാണ് ലോവസ്റ്റ് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതർ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അപ് ടു 20% ഓഫ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് എത്ര രൂപയാണ് കിട്ടിയത് അതിൻ്റെ 20%, അതായത് 1/5 എന്ന് പറയുന്നതാണ് നമ്മുടെ എലിജിബിൾ ഡിഡക്ഷൻ ആയിട്ടുള്ളത്. ഏത് പ്രകാരം? സെക്ഷൻ 80CCD പ്രകാരം. അപ്പോൾ 80CCDയിൽ പറയുന്നത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പെൻഷൻ ഫണ്ടാണ്. ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണോ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറി ഉണ്ടെങ്കിൽ 10% ഓഫ് ദ സാലറി, അതിലേതാണോ ലോവസ്റ്റ് അത് നമ്മളെടുക്കും. ഇനി എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ എത്രയാണോ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതും 10% ഓഫ് ദ സാലറി എടുക്കും. അതിലേതാണോ ലോവസ്റ്റ് അതാണ് നമ്മൾ എടുക്കുന്നത്. ഇനി എംപ്ലോയി അല്ല, SSC എംപ്ലോയി അല്ലെങ്കിൽ അതർ ഇൻഡിവിജ്വൽസ് കാറ്റഗറി ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 20% ആണ് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ 80CCD എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ 80CCD1 പ്രകാരം പറയുന്നത് നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡിഡക്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ ഈസ് അലൗഡ് ടു എൻ SSC ഹു ഈസ് എൻ ഇൻഡിവിജ്വൽ ഓർ ഈസ് എംപ്ലോയിഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓൺ ഓർ ആഫ്റ്റർ 1/1/2014 ഓർ എൻ എംപ്ലോയി ഓഫ് എനി അതർ എംപ്ലോയർ ഓർ എനി അതർ SSC ബീയിങ് എൻ ഇൻഡിവിജ്വൽ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. അദ്ദേഹം എന്തായിരിക്കണം? 1/1/2014 ശേഷം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എംപ്ലോയ്മെൻറ്റിലുള്ള ഒരു എംപ്ലോയി ആണെങ്കിലാണ് ഈ ഡിഡക്ഷൻ കിട്ടുന്നത്. ഇനി ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് എനി എമൗണ്ട് നോട്ട് എക്സീഡിങ് 10% ഓഫ് ദ സാലറി ഓഫ് ദ പ്രീവിയസ് ഇയർ പെയ്ഡ് ഓർ ഡെപ്പോസിറ്റഡ് ബൈ ദ എംപ്ലോയി ഇൻ ഹിസ് അക്കൗണ്ട് അണ്ടർ ദ നോട്ടിഫൈഡ് പെൻഷൻ സ്കീം or any amount contributed by any other SSC being an individual to such a pension scheme not exceeding 20% of his gross total income in the previous year. And there is a note, the Adal Pension Yojana, that is APY, has been notified for the purpose of
സെക്ഷൻ 80 CCD 1 above. അപ്പോൾ ഇതിൽ APY അതായത് അദാൽ പെൻഷൻ യോജന എന്ന് പറയുന്നതാണ് 80 CCD സബ്സെക്ഷൻ 1 പ്രകാരം ഏറ്റവും ആപ്റ്റായിട്ട് പറയുന്ന ഒരു സ്കീം. അതിൽ ആ പെൻഷൻ സ്കീമിൽ നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതും അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് 80 CCD 1B ആണ്. അവിടെ ഡിഡക്ഷൻ നമുക്ക് കിട്ടുന്നത് 50,000 ആണ്. അത് നേരത്തെ പറഞ്ഞ 80C പ്രകാരം മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1,50,000 അഡീഷണൽ ആയിട്ടാണ് സെക്ഷൻ 80 CCD 1B പ്രകാരം എത്ര രൂപയും കൂടിയും ഡിഡക്ഷൻ കിട്ടുന്നത്? 50,000 കൂടിയും ഡിഡക്ഷൻ കിട്ടുന്നത്. ഓക്കെ, സോ the employee or the individual referred to section 80 CCD 1 shall be allowed a deduction in computation of his total income, whether or not any deduction is allowed under section 80 CCD 1 to the extent of the all amount paid or deposited in the previous year or 50,000 whichever is less. അപ്പോൾ എത്ര രൂപയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് എത്ര രൂപ വരെ കിട്ടും? 50,000 റുപ്പീസ് വരെയാണ് സെക്ഷൻ 80 CCD 1B പ്രകാരം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 80C 80CCC 80CCC പ്രകാരം നമുക്ക് മാക്സിമം എമൗണ്ട് 1,50,000 വരെ കിട്ടുള്ളൂ. അതിന് പുറമേയാണ് സെക്ഷൻ 80 CCD 1B പ്രകാരം 50,000 വരെ നമുക്ക് എന്ത് കിട്ടാം? ഡിഡക്ഷൻ കിട്ടാം. ഇനി നെക്സ്റ്റ് വരുന്നത് 80 CCD സബ്സെക്ഷൻ 2 ആണ്. അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എംപ്ലോയർ ആണ്. അത് ഏതെങ്കിലും ഒരു പെൻഷൻ സ്കീമിലാണെങ്കിൽ സെക്ഷൻ 80 CCD സബ്സെക്ഷൻ 2 പ്രകാരം ദർ ഈസ് എൻ അലൗബിൾ ഡിഡക്ഷൻ. എത്രയാണ്? ഷാൽ ബി അലൗഡ് നോട്ട് എക്സീഡിങ് 20% ഓഫ് ദ സാലറി. സാലറിയുടെ 20% വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനെ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Any amount contributed by the employer, that is the central government or any other employer, to such a pension scheme shall be allowed as deduction for an amount not exceeding 20% of the salary of the employee in the previous year. അപ്പോൾ ആ പ്രീവിയസ് ഇയറിൽ എത്രയാണോ അദ്ദേഹത്തിൻ്റെ സാലറി അതിൻ്റെ 20% വരെയാണ് നമുക്കിവിടെ ഡിഡക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അഗ്രിഗേറ്റഡ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 80C 80CCC 80 CCD സബ്സെക്ഷൻ 1 ഇത് ഷാൽ നോട്ട് എക്സീഡ് റുപ്പീസ് 1,50,000 ആണ്. സെക്ഷൻ 80 CCD 1B പ്രകാരമാണ് അഡീഷണൽ ആയിട്ട് എത്ര രൂപ കിട്ടുന്നത്? 50,000 കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ഡിഡക്ഷൻ ഓഫ് അപ് ടു റുപ്പീസ് 50,000 അണ്ടർ സെക്ഷൻ 80 സബ്സെക്ഷൻ CCD B is in addition to the over limit of rupees 1,50,000 provided under section 80 CCE. And the third aggregate amount, the amount contributed by the employer in pension scheme under section 80 CCD subsection 2 shall be allowed not exceeding 20% of the salary. അപ്പോൾ ഇത്രയും സെക്ഷൻസ് മാത്രമേ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഇതിനോട് റിലേറ്റഡ് ആയിട്ട്, അതായത് നമുക്കൊരു ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിനുശേഷം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാറ്റഗറി, അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 80C CCD 1 CCD 1B ആൻഡ് CCD 2 ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടിയും മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് നമ്മൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതും കൂടിയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലം, ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ശ്രീമതി ദേവി who is self-employed is computed at rupees 6,20,000. She has deposited rupees 90,000 in public provident fund and rupees 1,80,000 in pension scheme of the central government. Compute her taxable income. Taxable income ആണ് ആരുടെയാണ്? ദേവിയുടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ തന്നിട്ടുണ്ട് ഇല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 6,20,000 രൂപയാണ് ദേവിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് തന്നിട്ടുള്ളത്. 2 കോൺട്രിബ്യൂഷൻസ് ആണ് ദേവി കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? 90,000 പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലും അതുപോലെ തന്നെ 1,80,000 എന്തിൽ കൊടുത്തിട്ടുണ്ട്?
പെൻഷൻ സ്കീമിലും കൊടുത്തിട്ടുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിലാണ് എത്ര കൊടുത്തിട്ടുള്ളത്? 1,80,000 എന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഡിഡക്ഷൻ നോക്കാം. ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഫസ്റ്റ് കാറ്റഗറിയിലാണ്. ഫസ്റ്റ് കാറ്റഗറിയിൽ 80C പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു LIC അല്ലെങ്കിൽ PF അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ 80C പ്രകാരം ഡിഡക്ഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? ലെസ് 80C എന്ന് പറയുന്നത് എന്താണ് വന്നിട്ടുള്ളത്? അതായത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലുള്ള കോൺട്രിബ്യൂഷനാണ്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഇദ്ദേഹം ദേവി എത്ര ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്? 90,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ 90,000 ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നെ എന്തിലാണ് വന്നിട്ടുള്ളത്? പെൻഷൻ സ്കീം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിൽ 1,80,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇവരുടെ ഇൻകം നമ്മൾ സാലറിയിലാണ് എന്നുണ്ടെങ്കിൽ ആ സാലറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പെൻഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് 20% ഓഫ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതർ ദാൻ എംപ്ലോയി ആയതുകൊണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 20% കൂടി നോക്കണം. അപ്പോൾ ഇവരുടെ സെക്ഷൻ CCD1 പ്രകാരം 80CCD1 പ്രകാരം ഇവർ അടച്ചിട്ടുള്ളത് 1,80,000 ആണ് അല്ലേ? 1,80,000 CCD സബ്സെക്ഷൻ 1 പ്രകാരം അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ CCD1 പ്രകാരം 1,80,000 ഉണ്ടെങ്കിലും ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 6,20,000 ആണ്. 6,20,000ൻ്റെ 20% കൂടി നോക്കാം. 6,20,000ൻ്റെ 20% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 1,24,000 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,24,000. അപ്പോൾ 1,24,000 ആണോ 1,80,000 ആണോ നമുക്ക് കിട്ടുക? വിച്ച് ഈസ് ദ ലോവസ്റ്റ് എമൗണ്ട്? ഏതാണോ ലോവസ്റ്റ് എമൗണ്ട് ആ ലോവസ്റ്റ് എമൗണ്ട് മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് 80C പ്രകാരം നമുക്ക് എത്രയാണ് ഡിഡക്ഷൻ കിട്ടുക? ഈ 90,000 ആണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. അതുപോലെ തന്നെ 80C പ്രകാരം 80CCD1 പ്രകാരം നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ എത്രയാണ്? 1,24,000 ആണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ നമുക്ക് എത്ര കിട്ടും? ഈ 90,000 പ്ലസ് 1,24,000 എന്ന് പറയുന്ന ആ എമൗണ്ട് ആണ് നമുക്ക് മാക്സിമം കിട്ടുന്നത് അല്ലേ? അതെത്രയാണ്? 2,14,000 ആണ് കിട്ടുക. പക്ഷേ ഈ 2,14,000 ഒരു കാര്യമുണ്ട്. നമുക്ക് 80CCD1 പ്രകാരം മാക്സിമം എത്ര രൂപ വരെ കിട്ടുള്ളൂ? 1,50,000 രൂപ വരെ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ആ എമൗണ്ടല്ലേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ 2,14,000 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. നമുക്ക് 1,50,000 രൂപയാണ് നമ്മുടെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് 2,14,000 രൂപ നമുക്ക് എലിജിബിൾ അല്ല. മാക്സിമം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1,50,000 രൂപയാണ്. ഓക്കെ, ഇനി നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഡിഡക്ഷൻ 80CCD1B പ്രകാരം കിട്ടും. അത് എത്ര രൂപയാണ്? 50,000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ മാക്സിമം 1,50,000 കൂടെ നമുക്ക് കിട്ടുന്നത് 80CCD1B പ്രകാരം എത്ര രൂപയും കൂടിയും കിട്ടും? 50,000 രൂപയും കൂടിയും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്രയായി? ഈ 1,50,000 ഈ 50,000 കൂടി വരുമ്പോൾ നമുക്ക് മാക്സിമം വരുന്നത് 2,00,000 രൂപയാണ്. മാക്സിമം ഡിഡക്ഷൻ നമുക്ക് കിട്ടുന്നത് 2,00,000 രൂപയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം 6,20,000 നിന്ന് നമ്മുടെ ഡിഡക്ഷൻ നമുക്ക് എത്രയെ കുറയ്ക്കാൻ പറ്റുക? 2,00,000 രൂപയാണ് നമുക്ക് ഡിഡക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുക. സോ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 6,20,000 നിന്ന് 2,00,000 കുറയ്ക്കുമ്പോൾ എത്ര രൂപ വരും? 4,20,000 രൂപ എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം എഴുതി, പിന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് നോക്കി. 2 കോൺട്രിബ്യൂഷനാണുള്ളത്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ 80C പ്രകാരം 90,000ഉം 80CCD1 പ്രകാരം 1,80,000 ആണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്നുണ്ടെങ്കിലും നമുക്ക് എത്ര രൂപയാണ് കിട്ടുക? അതർ എംപ്ലോയീസ് ആണെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 20% കിട്ടുള്ളൂ. സോ
ഗ്രോസ് ടോട്ടൽ ഇൻകം 6,20,000 ആയതുകൊണ്ട് അതിൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 1,24,000. ഇതിലേതാണോ ലോവസ്റ്റ്, 1,80,000 ആണോ 1,24,000 ആണോ, ഏതാണ് ലോവസ്റ്റ് അതേ കിട്ടുള്ളൂ. അപ്പോൾ ലോവസ്റ്റ് ആയിട്ടുള്ള 1,24,000 കിട്ടി. അപ്പോൾ 80C തുടങ്ങിയിട്ട് 80CCD1 പ്രകാരം വരെ മാക്സിമം നമുക്ക് 2,14,000 വരെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമുക്ക് എത്ര വരെ കിട്ടുള്ളൂ? 1,50,000 രൂപ വരെ നമുക്ക് എടുക്കാനായിട്ട് പാടുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് 80CCD1B പ്രകാരം നമുക്ക് അഡീഷണൽ ആയിട്ട് എത്ര രൂപയും കൂടി നമുക്ക് എടുക്കാം? 50,000 രൂപയും കൂടിയും നമുക്ക് എടുക്കാവുന്നതാണ്. സോ നമ്മുടെ മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്? 2 lakh കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് എത്ര രൂപ കിട്ടി? 4,20,000 കിട്ടി. ക്ലിയർ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഡ്യൂറിങ് 2020-21 മിസ്റ്റർ തോമസ് ഡെപ്പോസിറ്റഡ് ദ ഫോളോയിങ് എമൗണ്ട്സ്: സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ₹40,000, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് 50,000, pension scheme of central government at the rate of 15% of his salary ₹1,80,000. The employer also contributed ₹1,20,000 to the fund. Compute the amount of deduction available from gross total income for the assessment year 2021-22. ഇതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻസ് നോക്കാം. ഇവിടെ നമുക്ക് ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ. എത്ര രൂപ ഡിഡക്ഷൻ കിട്ടും? ഇതാണ് നമ്മുടെ ചോദ്യം. നേരത്തെ ചോദ്യം എന്താണ്? എത്രയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം എത്രയാണ് ടോട്ടൽ ഇൻകം? അതായിരുന്നു ചോദ്യം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എത്ര രൂപ നമുക്ക് ഡിഡക്ഷൻ കിട്ടും, അതാണ് നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തമ്മ തുടങ്ങേണ്ട കാര്യമില്ല. നമുക്കിവിടെ നോക്കേണ്ടത് എന്താണ്? എത്ര ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ്. അത് ഓരോ കാറ്റഗറി വെച്ചിട്ട് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് 80C ആണ്. അപ്പം നമുക്ക് 80Cയിൽ എത്ര ഡിഡക്ഷൻ ഉണ്ടെന്ന് നോക്കാം. അണ്ടർ സെക്ഷൻ 80C പ്രകാരം 2 എണ്ണാണുള്ളത്. ഏതൊക്കെയാണുള്ളത്? SPF ഉണ്ട്, അതുപോലെ തന്നെ PPF ഉണ്ട്. 2 കാറ്റഗറിയിലും ഇവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. SPFൽ എത്രയാണ് കോൺട്രിബ്യൂഷൻ? 40,000. PPFൽ എത്രയുണ്ട്? 50,000. സോ 40,000 ആൻഡ് 50,000 ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്? 90,000 ഇവർ 80C പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷന് വേണ്ടിയിട്ട് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പെൻഷൻ ഫണ്ടാണ്. പെൻഷൻ ഫണ്ട് ഏത് അണ്ടറിലാണ് വരുന്നത്? 80CCD പ്രകാരമാണ് വരുന്നത്. 80CCD സബ്സെക്ഷൻ 1 പ്രകാരം ഈ പെൻഷൻ ഫണ്ടിൽ അവർ എത്ര രൂപ അടച്ചിട്ടുണ്ട്? 1,80,000 രൂപ അടച്ചിട്ടുണ്ട് അല്ലേ? 1,80,000 രൂപ അടച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുള്ള ക്ലോസ് ഒന്ന് നോക്കാം. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? പെൻഷൻ സ്കീം ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് അറ്റ് ദ റേറ്റ് ഓഫ് 15% ഓഫ് ഹിസ് സാലറി. അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 15% ആണ് എത്ര രൂപയായിട്ട് അടച്ചിട്ടുള്ളത്? 1,80,000 രൂപയായിട്ട് അടച്ചിട്ടുള്ളത്. അപ്പം നമുക്കതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. അടച്ചിട്ടുള്ളത് എത്രയാണ്? 1,80,000 രൂപയാണ്. ഇത് 15% ഓഫ് ദ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാലറി എത്രയായിരിക്കും? 1,80,000ൻ്റെ 15% എന്ന് പറയുന്നതാണ്. ഒരു എക്സ് എന്ന് പറയുന്ന എമൗണ്ടിൻ്റെ 15% ആണ് 1,80,000 എന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിൻ്റെ സാലറിയാണ്. ആ ടോട്ടൽ സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 100/15 അല്ലേ? അപ്പോൾ 1,80,000ൻ്റെ 100/15 ആണ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് ഇദ്ദേഹത്തിൻ്റെ സാലറി എന്ന് പറയുന്നത്. അതെത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 12 lakh. ഈ 12 lakhൻ്റെ എംപ്ലോയി ആയതുകൊണ്ട് എത്ര പെർസെൻറ്റേജ് വരെ കിട്ടുള്ളൂ? 10% വരെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 12 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ 1,20,000 രൂപയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ലോവസ്റ്റ് ആയിട്ടുള്ളത്? 1,80,000 ഇവിടെ തന്നിട്ടുണ്ട്, 1,20,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലോവസ്റ്റ് ഫിഗർ എന്താണ്? ഈ 1,20,000 ആണ്. സോ നമുക്ക് അണ്ടർ സെക്ഷൻ 80CCD1 പ്രകാരം നമുക്ക് എത്ര രൂപയാണ് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ? 1,20,000 ആണ്.
ഓക്കെ, അപ്പം നമുക്ക് 90,000 കിട്ടി, 1,20,000 കിട്ടി. ടോട്ടൽ അപ്പം എത്രയായി? 2,10,000 ആയി. 2,10,000 ഇത് നമുക്ക് കിട്ടുമോ? ഈ 2,10,000 നമുക്ക് കിട്ടുമോ? നമുക്ക് കിട്ടില്ല. മാക്സിമം നമുക്ക് എത്ര വരെ കിട്ടുള്ളൂ? മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുള്ളൂ? മാക്സിമം 1,50,000 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 2,10,000 നമുക്ക് കിട്ടില്ല. മാക്സിമം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1,50,000 രൂപയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ 80 CCD 1B പ്രകാരം എത്ര കിട്ടും? ഒരു 50,000 കൂടി കിട്ടും. CCD 1B പ്രകാരം എത്ര രൂപയും കൂടിയും കിട്ടും? 50,000 രൂപയും കൂടിയും കിട്ടും. അപ്പോൾ അഡീഷണൽ ആയിട്ട് എത്രയുണ്ട്? നമുക്ക് 50,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട്. അതായത് ലാസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 80 CCD 2 പ്രകാരം എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ഈ 1,20,000 എന്ന് പറയുന്നത് ആരുടെ കോൺട്രിബ്യൂഷനാണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതും കൂടി എലിജിബിൾ ആണ്. അതായത് അണ്ടർ സെക്ഷൻ 80 CCD ഏത് പ്രകാരമാണ് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളത്? സെക്ഷൻ 2 പ്രകാരം എത്ര രൂപയും കൂടി എലിജിബിൾ ആണ്? 1,20,000 കൂടിയും എലിജിബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ 2,10,000 ഉണ്ടെങ്കിലും 80C തുടങ്ങിയിട്ട് 80 CCD 1 വരെ നമുക്ക് മാക്സിമം എത്രയാണ്? 1,50,000 ആണ്. അതിന് പുറമേ നമുക്ക് കിട്ടുന്നത് എന്താണ്? 80 CCD 1B പ്രകാരം 50,000 രൂപയും കിട്ടും. 80 CCD സബ്സെക്ഷൻ 2 പ്രകാരം എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ദറ്റ് ഈസ് 10% ഓഫ് ദ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 1,20,000 കിട്ടും. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര രൂപയാണ് വരുന്നത്? 1,50,000 പ്ലസ് 50,000 ദറ്റ് ഈസ് 2 lakh പ്ലസ് 1,20,000. നമ്മളുടെ ടോട്ടൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 നമ്മുടെ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 3,20,000 രൂപയാണ് നമുക്ക് ടോട്ടലായിട്ട് കിട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംശയം വരാനായിട്ട് സാധ്യതയുണ്ട്. 80 CCD 2 പ്രകാരം 20% ഓഫ് ദ സാലറി എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം ആണ്. അവിടെ അഗ്രിഗേഷൻ ഓഫ് എമൗണ്ട് ഓഫ് ഇൻകം ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ പെൻഷൻ സ്കീമിലുണ്ടെങ്കിൽ അണ്ടർ സെക്ഷൻ 80 CCD 2 പ്രകാരം ഷാൽ നോട്ട് എക്സീഡ് 20% ഓഫ് ദ സാലറി. 20% ഓഫ് ദ സാലറി വരെയാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഇവിടെ 10% എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് 1,20,000 എടുത്തിട്ടുള്ളത്. സംശയം തോന്നരുത്, നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ 20%. അങ്ങനെ ഒരു ഡൗട്ട് വരാനായിട്ട് പാടില്ല. അത് മാക്സിമം എമൗണ്ട് ആണ് 20% എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയേ ഉള്ളൂ? 10% ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 1,20,000 എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് ഡിഡക്ഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ 80U വരെ കവർ ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ എടുത്ത ഭാഗത്തിൻ്റെ ആ പ്രൊവിഷൻസ്, അതിൽ വരുന്ന റൂൾസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക, എങ്ങനെയാണ് അതിൻ്റെ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റുള്ള കണക്കുകളും കൂടി ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.